നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അതിനോടൊപ്പം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 4 സംസ്ഥാനങ്ങളിൽ കുറച്ചധികം പ്രാധാന്യം അരുണാചൽ പ്രദേശിനുണ്ട്. കാരണം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നിരന്തരം ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചൈന ഒരു പേരൊക്കെ ഇട്ടുകൊണ്ട് അവരുടെ ഭൂപടത്തിൽ തങ്ങളുടേതെന്ന് എപ്പോഴും ആവർത്തിക്കുന്ന അരുണാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി ചൈന അക്ഷരാർത്ഥത്തിൽ വിരളി പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയിടയിലാണ് അരുണാചൽ പ്രദേശിൽ സന്ദർശനം നടത്തിയത്. ആ സമയത്ത് ചൈന ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, അരുണാചൽ പ്രദേശിലേക്ക് മോദി വരേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ. പക്ഷേ അതിന് കൃത്യമായി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി കൊടുത്തു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്, എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും. അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെക്കാളും രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഒക്കെ വലിയ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നത് ഒരുപക്ഷെ അയൽ രാജ്യമായ ചൈന തന്നെയായിരിക്കും. ഒരുപക്ഷെ അവിടെ രാഷ്ട്രീയ പാർട്ടികളല്ല, മറിച്ച് 2 രാജ്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. നമുക്കറിയാം, പണ്ട് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വികസനം എത്തി നോക്കിയിരുന്നില്ല. പക്ഷെ 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഈ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ വിനോദസഞ്ചാരം ഉൾപ്പെടെ വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിർത്തി സംസ്ഥാനങ്ങൾ തങ്ങളുടേതാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത്. നിലവിൽ അരുണാചൽ പ്രദേശ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ്. അവിടെ ധാരാളം എയർ സ്ട്രിപ്പുകൾ ഉൾപ്പെടെ നമ്മുടെ കേന്ദ്രം നിർമ്മിച്ചിട്ടുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല, 2 രാജ്യങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് പറയുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം അവിടെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അത് 2 തരത്തിലുള്ള സന്ദേശം നൽകും. ഒന്ന്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേശം നമ്മുടെ രാജ്യത്തിനും. രണ്ടാമതായി, ഇവിടെ ഈ രാജ്യത്ത് BJPക്കുള്ള പ്രാധാന്യം വലുതാണ്, നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തും എന്നുള്ള വലിയ സന്ദേശം നമ്മുടെ അയൽ രാജ്യമായ ചൈനയ്ക്കും. എന്തായാലും അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി ചൈനയുടെ ഭാഗത്ത് നിന്നും പല കടന്ന് കയറ്റങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിർത്തിയിൽ ആക്രമണം ഉണ്ടാക്കുക, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ, ചെറു പാർട്ടികളെയും മറ്റും വിലക്കെടുക്കാൻ ശ്രമിക്കുക, വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക, ഇതൊക്കെ ചൈന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സംസ്ഥാനത്ത് നടത്താൻ എല്ലാ സജ്ജീകരണങ്ങളും, സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് നമ്മുടെ കേന്ദ്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.